ഹലോ, അപ്പോൾ നമുക്കിന്നൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? ഈ അച്ചാറിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഇപ്പം ഞാനിതാ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അച്ചാറിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്, പക്ഷെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ചധികം കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി കൂടെ രണ്ടായിട്ട് കീറി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരു 9-10 പീസാണ് ഇടുന്നത്. ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാലകൾ ചേർക്കാം. ഞാനാദ്യം മഞ്ഞപ്പൊടിയുണ്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞ ഐശ്വര്യത്തിന്റെ നിറം ആയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടാക്കുന്ന ഫുഡ് നല്ല അടിപൊളിയായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വറുത്ത മുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ എനിക്ക് ഇന്നലെ പറമ്പിൽ നിന്ന് കിട്ടിയതായിരുന്നു, അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അടുപ്പ് കൂടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ വെന്തു പോവും. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കഥ എന്താണെന്ന് കേൾക്കണ്ടേ. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ അമ്മമ്മ അച്ചാർ വയ്ക്കുന്ന രീതി കണ്ടുപഠിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ അച്ചാർ വയ്ക്കാൻ പഠിച്ചത്. ഫാക്ട് എന്താന്ന് വെച്ചാൽ അമ്മമ്മ വയ്ക്കുന്ന രുചിയൊന്നും ഞാൻ ഇതുവരെ വെച്ച് ഒരച്ചാറിനും കിട്ടിയിട്ടില്ല. ശരിക്കും ഈ രീതിയിലാണോ അച്ചാർ വയ്ക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പ്രതീക്ഷിച്ച അത്ര ബോറായില്ലെങ്കിലും അച്ചാർ കൊള്ളാം. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.